കൊച്ചിയുടെ വികസന സ്വപ്നങ്ങളിൽ അടുത്തതായി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് പെടുത്താൻ ഉദ്ദേശിക്കുന്ന ഏരിയ പാർക്ക് അവന്യൂ റോഡും അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുമാണ്. നമുക്കിന്നറിയാം, പാർക്ക് അവന്യൂ റോഡിന്റെ പടിഞ്ഞാറ് വശം രാജേന്ദ്ര മൈതാനിയിൽ തുടങ്ങുന്നു. സുഭാഷ് ചന്ദ്രബോസ് പാർക്ക്, ചിൽഡ്രൻസ് പാർക്ക്, അതിനുശേഷം അതിലേ പോകുന്ന റോഡിനപ്പുറം ആനി ബെസന്റ് പാർക്ക്, അതിന് വടക്കുവശമായിട്ട് ഗസ്റ്റ് ഹൗസ്, ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസ്, പിന്നെ KTDCയുടെ സ്ഥലം, ഇന്നത്തെ പാർക്കിംഗ് ഏരിയ ആയിട്ട് അത് കുറെ അവിടെ ഇട്ടിട്ടുണ്ട്. അതുവഴിയാണ് റോഡ് സെന്റ് തെരേസസിന് മുമ്പിൽ വരുമ്പോൾ 1 വേ ആയിട്ട് പോകുന്നതുകൊണ്ട് ഈ റോഡിന്റെ വശമാണ് ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ കിഴക്കുവശം എറണാകുളത്തപ്പൻ ഗ്രൗണ്ടിന്റെ ടെമ്പിളിന്റെ മുഖവാരം, അതിനപ്പുറം മുതൽ തുടങ്ങിയാൽ താലൂക്ക് ഓഫീസ്, കോടതി സമുച്ചയം, മഹാരാജാസ് കോളേജ്, അതിനപ്പുറം ഗവൺമെന്റ് ഹോസ്പിറ്റൽ, കോർപ്പറേഷൻ ഓഫീസ്, BSNL ഓഫീസ്, പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ്, സെന്റ് മേരീസ് ചർച്ച്, ലോ കോളേജ്, അതിനപ്പുറം സെന്റ് തെരേസസ് കോളേജ്. റോഡിന് ഇരുവശവും ഇത്രയും വലിയ സ്ഥാപനങ്ങളും അങ്ങേയറ്റം ജനങ്ങൾ ഉപയോഗിക്കുന്നതുമായ ഓഫീസുകളും എല്ലാം തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന എറണാകുളത്തെ ഏറ്റവും ജനസാന്ദ്രതയേറിയ ഒരു റോഡ് എന്ന് പറയാം. ഗവൺമെന്റ് ഹോസ്പിറ്റലിലൊക്കെ വരുന്നവർ അങ്ങേയറ്റമാണ്, തിക്കും തിരക്കും. മഹാരാജാസ് ഗ്രൗണ്ട്, കോടതി പരിസരം ഈ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാർക്കിംഗ് ഏരിയ ഇല്ലാത്തതുകൊണ്ട് അങ്ങേയറ്റം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സ്ഥലമാണ്. ഒരു 10:30 മണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താലൂക്ക് ഓഫീസിലും കോടതിയിലുള്ള പാർക്കിംഗ് 10:30 ആകുമ്പോഴത്തേക്കും കംപ്ലീറ്റ് ഫുള്ളാവും. പിന്നെ ആ പ്രദേശം മൊത്തം വണ്ടികളുടെ ഒരു വല്ലാത്ത പ്രളയമാണ്. ഇതിനിടയിൽ 2 ബസ് സ്റ്റോപ്പുണ്ട്. കറക്റ്റ് 2 വണ്ടികൾക്ക് പോകാൻ മാത്രമുള്ള ട്രാക്ക്. ബസ് സ്റ്റോപ്പിൽ വണ്ടി നിർത്തിയാൽ പുറകിൽ ഭീമമായ തിരക്ക്. ഏതെങ്കിലും രീതിയിൽ ഒരു സമരമുറകൾ വന്നിട്ടുണ്ടെങ്കിൽ ഈ പ്രദേശത്ത് തന്നെയാണ്. അത് താലൂക്ക് ഓഫീസിനെ കേന്ദ്രീകരിച്ചും, മഹാരാജാസ് കേന്ദ്രീകരിച്ചും, BSNL ഓഫീസ് കേന്ദ്രീകരിച്ചും, കോർപ്പറേഷൻ കേന്ദ്രീകരിച്ചും അവിടെയെല്ലാം സ്ഥിരമായ സമര പന്തലും സ്ഥിരമായ ട്രാഫിക് തടസ്സങ്ങൾ വരുന്നുണ്ട്. ഈ പരിസരത്ത് താലൂക്ക് ഓഫീസിൽ വരുന്നവർക്ക് പാർക്ക് ചെയ്യാൻ ഒരു ഇതില്ല. ഈവൻ സുഭാഷ് ബോസ് പാർക്കിൽ വരുന്ന ആളുകൾക്ക് പാർക്ക് ചെയ്യാനായിട്ട് അവിടെ പേ ആൻഡ് പാർക്ക് സിസ്റ്റം ഉണ്ട്. അത് തന്നെ വളരെ ചുരുങ്ങിയ ഇത്. അതുകൊണ്ട് ഈ പരിസരത്ത്, ഈ പാർക്ക് അവന്യൂ പരിസരത്ത് ഒരു 4 വീലർ കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ പെട്ടത് തന്നെ. 2 വീലർ വന്നാൽ കഷ്ടി എവിടെയെങ്കിലും കയറ്റി വെക്കും. ഇത്രയും സങ്കീർണമായ പാർക്കിംഗ് പ്രശ്നമെല്ലാം നേരിടുന്ന ഈ റോട്ടിൽ പ്രശ്ന പരിഹാരത്തിന് ഈ റോട്ടിൽ തന്നെ സ്ഥലമുണ്ട്. അത് എൻ്റെ മനസ്സിലെ വികസന സ്വപ്നങ്ങളിൽ ഞാൻ കണ്ടെത്തിയ മാർഗങ്ങളാണ് സജസ്റ്റ് ചെയ്തത്. അവിടെ നോക്കാം. സുഭാഷ് ബോസ് പാർക്കിന്റെ പണ്ട് നടപ്പാത കുറച്ച് വീതി കൂട്ടിയിരുന്നു. 1 മീറ്റർ 1.5 മീറ്ററും കണ്ട് വീതി കൂട്ടിയിരുന്നു. ഈ പാർക്ക് ഇന്ന് ഉപയോഗിക്കുന്ന എത്രയോ ആളുകൾ ഉപയോഗിക്കുന്നു എന്ന് നോക്കുക. ഒരു ദിവസം ഒരു 10,000-2,000 പേര് ആ പാർക്ക് ഉപയോഗിക്കുന്നുണ്ടാവാം. ഇന്നത്തെ കാലഘട്ടത്തിൽ അത്രയേ ഉള്ളൂ. ഒരു 2 ലക്ഷം പേരെങ്കിലും ഈ റോഡ് അന്ന് ഉപയോഗിക്കുന്നുണ്ട്. കാരണം മീൻസ് പാർക്ക് ഉപയോഗിക്കുന്നതിന്റെ ഒരു 1000 ഇരട്ടി ഉപയോഗിക്കുന്ന ആളുകൾ പുറത്തു. ഈ 2 ലക്ഷം പേര് ഈ ഇടയിൽ കിടന്ന് ആകെ പ്രശ്നങ്ങൾ അനുഭവിക്കുമ്പോൾ പാർക്കിനകത്ത് നമ്മൾ നോക്കിയാൽ കാണാം, മിക്കവാറും അവിടെ വളരെ ആളുകൾ തീരെ ഇല്ലാതെ കിടക്കുന്നു. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാർക്ക് നഗരത്തിന് വേണം, ഒരു സംശയമില്ല. എൻ്റെ ഇതിനകത്തൊരു സജഷൻ ഇത്രയേ ഉള്ളൂ. ഈ രാജേന്ദ്ര മൈതാനം മുതൽ സുഭാഷ് പാർക്കിന്റെ ഭാഗങ്ങളിൽ ഇന്ന് കാണുന്ന സുഭാഷ് ബോസ് പാർക്കിന്റെ കിഴക്കുവശത്ത് കാണുന്ന നടപ്പാതയുടെ അറ്റം വരെ നോക്കി ഒരു 5 മീറ്റർ സ്ഥലം കാണും. ഈ ഒരു 5 മീറ്റർ സ്ഥലം റോഡിനോട് ചേർത്തെടുക്കാം. രാജേന്ദ്ര മൈതാനം മുതൽ സുഭാഷ് ബോസ് പാർക്കിന്റെ എൻറ്റയർ ഫുൾ ലെങ്ത് 5 മീറ്റർ സ്ഥലം റോഡിനോട് ചേർക്കാമെങ്കിൽ, അതിനുശേഷം വരുന്ന ചിൽഡ്രൻസ് പാർക്കും ഇതേപോലെ 5 മീറ്റർ ചേർത്തെടുക്കാമെങ്കിൽ, റോഡിനപ്പുറം പോയി കഴിയുമ്പോൾ ആനി ബെസന്റ് പാർക്കിന്റെ പടിഞ്ഞാറ് വശം 5 മീറ്റർ ചേർത്തെടുക്കാമെങ്കിൽ, അപ്പുറം ഗസ്റ്റ് ഹൗസിൽ നിന്നും 5 മീറ്റർ റോഡിലേക്ക് എടുക്കാമെങ്കിൽ, അപ്പുറം KTDCയുടെ ബിൽഡിങ്ങിനും 5 മീറ്റർ റോഡിലേക്ക് എടുക്കാമെങ്കിൽ, ഈ പ്രദേശത്തെ പാർക്കിങ്ങിന്റെ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കും. അതുതന്നെയല്ല, ബസ്സുകൾ വന്ന് നിൽക്കുമ്പോൾ ഒന്ന് മാറ്റി നിർത്തിയാൽ അതിനുള്ള സ്പേസ് കിട്ടും. അവിടെ ബ്ലോക്ക് ഒഴിവാക്കും. ഈ 5 മീറ്റർ എടുത്താൽ സുഭാഷ് ബോസ് പാർക്കിന് ഒരു രീതിയിലുള്ള കാരണം ഏക്കർ കണക്കിന് സ്ഥലം കിടക്കുകയാണ്.
ഒന്ന് റീഅലൈൻ ചെയ്ത് ആ വാക്ക് വേ ഇച്ചിരി 5 മീറ്ററിന് അപ്പുറമായിട്ട് മാറ്റി സ്ഥാപിച്ചാൽ സുഭാഷ് ബോസ് പാർക്കിന്റെ ഇന്നത്തെ ഉപയുക്തതയ്ക്ക് ഒരു കുഴപ്പവും വരില്ല. അപ്പുറമായിട്ട് ആളുകൾക്ക് അതൊരു പ്രശ്നമേ ആവില്ല. കാരണം വാക്ക് വേ വേണമെന്ന് മാത്രം. ആ വാക്ക് വേ അപ്പുറമായിട്ട് മാറ്റി ഒന്ന് റീഅലൈൻ ചെയ്താൽ ഇതിന്റെ ഒരു ഐശ്വര്യം കാണണമെന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ ഇന്ന് ചിൽഡ്രൻസ് പാർക്കിന്റെ മുമ്പിൽ ഒരു 5 മീറ്റർ മാറ്റി ആ ഗേറ്റിന്റെ വശത്ത് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അവിടെ കാണുമ്പോൾ തന്നെ ആ പ്രദേശത്തിനുള്ള ഒരു വലിയ ഒരു വായു സഞ്ചാരവും വലിയ ഒരു ഐശ്വര്യം ആ റോഡിന് ഫീൽ ചെയ്യുന്നു. ഇതങ്ങേറ്റം വരെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഇതിന്റെ സുഭാഷ് ബോസ് പാർക്ക് കഴിഞ്ഞിട്ട് കുറച്ചപ്പുറം ഇതേപോലെ ഒരു കേരള വാട്ടർ അതോറിറ്റിയുടെ ഒരു ചെറിയ ഓഫീസുണ്ട്. അതും പ്രശ്നമില്ലാതെ അതിൻ്റെ മുന്നിലൂടെ അത് കൊണ്ടുപോകും. പിന്നെ അവിടെ ജെട്ടി വരുന്നു, ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിന്റെ ഒരു ചെറിയ ഭാഗമുണ്ട്. ഇതൊന്നിനെയും ബാധിക്കാതെ അങ്ങേറ്റം വരെ ഒരു 5 മീറ്റർ ഭാഗം റോഡിലേക്ക് വിട്ടുകൊടുത്ത ഈ ഏരിയയിൽ കംപ്ലീറ്റ് സുഭാഷ് ബോസ് പാർക്കിൽ വരുന്നവർക്കും ഇതിനപ്പുറം വരുന്ന എല്ലാ ഓഫീസുകളിലും പാർക്കിങ്ങിന്റെ ഒരു വലിയ പ്രശ്നം അവിടെ തീരും. റോഡ് വണ്ടികൾക്ക് സുഗമമായി ബസ് സ്റ്റോപ്പിലേക്ക് കയറ്റി നിർത്താം. ജനറൽ ആശുപത്രിയിൽ വരുന്നവർക്ക് അങ്ങേറ്റം ഉപകാരമാവും. അതാണ് പാർക്കിന്റെ പടിഞ്ഞാറ് വശം. ഇതേപോലെ തന്നെ കിഴക്ക് വശം നോക്കും. പാർക്ക് അവന്യൂന്റെ കിഴക്ക് വശം. പാർക്ക് അവന്യൂന്റെ കിഴക്ക് വശം ഇതേപോലെ നിധി പോലെ ഉറങ്ങിക്കിടക്കുന്ന അൺയൂട്ടിലൈസ്ഡ് ലാൻഡ് ഉണ്ട്. എറണാകുളത്തപ്പൻ ഗ്രൗണ്ടിന്റെ ഗേറ്റ് മുതൽ അപ്പുറം നമ്മുടെ താലൂക്ക് ഓഫീസിന് അവിടെ കുറച്ച് സ്ഥലം കുറവുണ്ട്. പക്ഷേ ഇന്ന് അകത്ത് കിടക്കുന്ന വണ്ടി അവിടെ ഇച്ചിരി വീതി കൂട്ടി അത് പുറത്തിടാം. കോടതികളുടെ സംശയത്തിലേക്ക് കയറുന്നിടത്ത് ഇച്ചിരി കുറവുണ്ട്. അവിടെയൊക്കെ 5 മീറ്റർ ഇല്ലെങ്കിലും കുറച്ചെങ്കിലും അവിടെ നിന്ന് കട്ട് ചെയ്ത് അവിടെ ഇന്ന് കാണുന്ന ആകെ ഒരു കൺജഷൻ ഒഴിവാക്കി എടുക്കാം. അതിനുശേഷം വരുന്നത് കൾച്ചറൽ ഇതിന്റെ ഒരു ഭാഗം കാണുന്നുണ്ട്, അവിടെയും കുഴപ്പമില്ല. പിന്നെ കിടക്കുന്നത് മഹാരാജാസ് കോളേജ് ക്യാമ്പസാണ്. മഹാരാജാസ് കോളേജ് ക്യാമ്പസിലേക്ക് ഒന്ന് നോക്കിക്കോളൂ. ഏക്കർ കണക്കിന് സ്ഥലമുണ്ട്. ഒരു 100 വർഷം മുമ്പെങ്കിലും പണിത മതിലാണ് അതിനകത്ത് നിൽക്കുന്നത്. ഈ മതിലിന്റെ തൊട്ട് ചേർന്ന് അൺയൂട്ടിലൈസ് കുറച്ച് മരങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്. പക്ഷേ അവിടെ നിന്നും ഒരു 5 മീറ്റർ എടുത്ത കോളേജ് ക്യാമ്പസിൽ ഒരു കുഴപ്പം വരില്ല. അവിടെ ഒന്നും ആരും ഉപയോഗിക്കുന്ന സ്ഥലമല്ല. അതെടുത്തിട്ട് കോളേജ് ഇന്നത്തെ ഓഡിറ്റോറിയത്തിന്റെ പടിഞ്ഞാറ് വശം ഒരു 2 മീറ്റർ കൂടുതൽ കിട്ടാൻ വഴിയില്ല. അത്രയേ ഉള്ളൂ. അവിടെ ഒരു ടാങ്ക് ഒക്കെ നിൽക്കുന്നുണ്ട്. ആ ഏരിയയിലും ഇതേ രീതിയിൽ ഒരു ചെറിയ മതിൽ ഒന്നകത്തേക്ക് ഒരു 5 മീറ്ററോ അല്ലെങ്കിൽ 2 മീറ്ററോ മാറ്റി വെക്കുന്ന തലത്തിൽ റീ അലൈൻമെന്റ് നടത്തി ഒരു പ്ലാനിങ് നടത്താമെങ്കിൽ അത് ഈ പ്രദേശത്തിന്റെ വലിയ വികസനത്തിലേക്ക് വരും. മൊത്തം മുഖച്ഛായ മാറും ആ ഏരിയയിൽ. അതാണ് എനിക്ക് ഈ പ്രദേശത്തെ പറ്റി എൻ്റെ വികസന സ്വപ്നങ്ങളിൽ ഞാൻ ഉന്നയിക്കുന്നത്.